ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സാക്കോപീനിയ. കഴിഞ്ഞ വീഡിയോയുടെ ടോപ്പിക്ക് സ്പോർട്സ് ആൻഡ് വർക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച കാര്യമായിരുന്നു സാക്കോപീനിയ. ആ വീഡിയോ കണ്ട കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് സാക്കോപീനിയ? അപ്പം ഇതൊരു രോഗലക്ഷണമാണോ, ഇതെല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണോ എന്നൊക്കെയാണ് സംശയം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു ഡോക്ടറല്ല. ഡോക്ടറിൻ്റെതായ ഒരറിവും എനിക്കില്ല. ഞാനൊരു ലെവൽ 3 സർട്ടിഫൈഡ് ട്രെയിനറാണ്. എൻ്റെ എക്സ്പീരിയൻസും ഞാൻ പഠിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താണ് സാക്കോപീനിയ എന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് സാക്കോപീനിയ? സാക്കോപീനിയ എന്ന് പറയുന്നത് മസിൽ വേസ്റ്റിംഗ് ആണ്. പ്രായം ചെല്ലുന്തോറും ഓരോ മനുഷ്യ ശരീരത്തിൽ നിന്നും മസിൽ വേസ്റ്റ് ആവും. 30 വയസ്സ് കഴിയുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴും 5 മുതൽ 8% വരെ മസിൽ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആവുന്നുണ്ട്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അത് 10% വർദ്ധിക്കാറുമുണ്ട്. അതാണ് സാക്കോപീനിയ. എങ്ങനെയാണ് ഈ മസിൽ വേസ്റ്റ് ഉണ്ടാവുന്നത്? അതിനു മുമ്പേ നമുക്ക് മസിൽസിനെ കുറിച്ച് പഠിക്കാം. 3 തരത്തിലുള്ള മസിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്: സ്കെൽട്ടൻ മസിൽസ്, കാർഡിയാക് മസിൽസ് ആൻഡ് സ്മൂത്ത് മസിൽസ്. കാർഡിയാക് മസിൽസ് നമ്മുടെ ഹാർട്ടിലും, സ്മൂത്ത് മസിൽസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലും ആർട്ടറിയിലുമാണ് ഉള്ളത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്കെൽട്ടൻ മസിൽസ് ആണ്. സ്കെൽട്ടൻ മസിൽസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സും സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സും. ഇതിനെ നമുക്ക് ഫാസ്റ്റ് മസിലും ആൻഡ് സ്ലോ മസിലും എന്ന് വിളിക്കാം. ഫാസ്റ്റ് മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടുക, പിന്നെ ഹെവി ട്രെയിനിങ് ചെയ്യുക, റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യുക, വെയിറ്റ് എടുത്തുള്ള ട്രെയിനിങ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫാസ്റ്റ് മസിൽസ് ആണ് ആക്റ്റീവ് ആവുന്നത്. പക്ഷേ ഈ ഫാസ്റ്റ് മസിൽസ് പെട്ടെന്ന് എക്സോസ്റ്റ് ആവും, അതായത് പെട്ടെന്ന് ക്ഷീണിക്കും. അതുകൊണ്ട് അധിക നേരം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് സ്ലോ മസിൽസ് അങ്ങനെയല്ല. ഇത് ഒരുപാട് നേരം ആക്റ്റീവായിട്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോഗ ചെയ്യുന്നു, സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്നു, അങ്ങനെയുള്ള ചെറിയ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കൂടുതലും സ്ലോ മസിൽസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ഈ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആകത്തില്ല. ഉദാഹരണത്തിന് യോഗ ചെയ്യുന്ന ആൾക്കാർ, ഞാനൊരു ആക്ടിവിറ്റീനെ കുറ്റം പറയുകയല്ല. യോഗ ചെയ്യുന്നവരോ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്നവരോ അല്ലെ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും സ്ലോ മസിൽസ് ആണ് ആക്റ്റീവ് ആക്കുന്നത്. അവർ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നാളുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു മസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വേസ്റ്റ് ആവും. നിങ്ങൾ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആകത്തില്ല. എങ്ങനെയാണ് ഫാസ്റ്റ് മസിൽ ആക്റ്റീവ് ആക്കുന്നത്? അതിന് റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെ ഉണ്ടാവണം. എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ല. എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലിംഗ്, അത് ജോഗിങ്, പിന്നെ അതേപോലെ ചെറിയ സ്പോർട്സുകൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൊണ്ടുള്ള ട്രെയിനിങ് ആണ്. അതായത് ജിമ്മിലെ വർക്കൗട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ, അതൊക്കെയാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊണ്ട് നിങ്ങൾ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും പറ്റില്ല. അതിനൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആവത്തില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ 5 കിലോ ഡംബൽ കൊണ്ടാണ് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്നത്. ആ സെയിം വെയിറ്റ് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോ മസിൽസ് ആണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. നേരെ മറിച്ച് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോ സെറ്റ് കഴിയും തോറും നിങ്ങളുടെ ഡംബിൾസിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫാസ്റ്റ് മസിൽസ് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും നിങ്ങളുടെ ഫാസ്റ്റ് മസിൽസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ. നിങ്ങൾ മിക്ക ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്ലോ മസിൽസ് ആണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ഫാസ്റ്റ് മസിൽസിനെ കൊണ്ട് ആക്റ്റീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതിരിക്കും. ഈ ഫാസ്റ്റ് മസിൽസ് പ്രവർത്തിക്കാതെ വേസ്റ്റ് ആവുന്നതിൻ്റെ പേരാണ് സാക്കോപീനിയ എന്ന് പറയുന്നത്. ഇതൊരു രോഗലക്ഷണമല്ല, പക്ഷേ മിക്ക ആൾക്കാർക്കും ഇത് സംഭവിക്കാറുണ്ട്. അവരുടെ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേക്കാണ് ഇത് സംഭവിക്കുന്നത്. അതായത് വർക്കൗട്ട് ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലാതാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എങ്ങനെയാണ് തടയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്,
ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മിക്ക ആഹാരങ്ങളും മാറ്റിവെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ കൃത്യമായ കാർബ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഇതുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.